അല്ലാ ആ ആ മോളെ വാപ്പ ഇവിടെ എത്തിയിട്ടാ. ആ ആ ഒന്നുമില്ല, എന്താ അറിയില്ല, ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത, ആകെപ്പാടൊരു സുഖമില്ല. പനിക്കുണ്ടോ, ആകെ ഛർദ്ദിക്കാൻ പറഞ്ഞ മാതിരിയൊക്കെ. ആ ആ ആ ആ പോയിക്കോളാം മോളെ, ആരെങ്കിലും കൂട്ടി ഞാൻ ആശുപത്രിയിൽ നിന്ന് പോയിക്കോളാം. ആയിക്കോട്ടെ, അപ്പോൾ വീട്ടിലൊക്കെ എന്നാ പറഞ്ഞാളെ കേട്ടാ. ആ ശരി. കോയിക എന്തോ ഒരു വയ്യായിക പോലെ. ഒന്നും പറയണ്ട ഭാര്യ, അത് ആകെപ്പാടൊരു അസ്വസ്ഥത, കൈയും കാലും വേദന, ഛർദ്ദിക്കാൻ വരും, എന്താന്നൊക്കെ അറിയില്ല. അപ്പൊ രാവിലെ അങ്ങാട് പോയപ്പോ കുഴപ്പമൊന്നും കണ്ടില്ല? ഒരു കുഴപ്പമുണ്ടാകുന്നത് ഞാൻ എൻ്റെ മോളിലോടക്ക് പോയതാണ്, അവള് കുട്ടനാടാണല്ലോ. ആ തിരിച്ചിങ്ങനെ ബസ്സിൽ കയറി പകുതി എത്തിയപ്പോ എനിക്ക് ആകെപ്പാടെ ഛർദ്ദിക്കാൻ വരും, എന്തൊക്കെ അസ്വസ്ഥത. അയ്യോ, ഇത് നല്ല ചൂടുണ്ടല്ലോ, നമുക്ക് ആശുപത്രി പോവാ. ആ ആശുപത്രിയിൽ പോവാടാ, പിന്നെ പോവാ, ഞാൻ കുറച്ചേരം കിടക്കട്ടെ. എനിക്ക് പതിവില്ലാതെ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? എന്ത് കഴിക്കണേ, ഞാൻ എൻ്റെ മോളോടെ പോയിട്ട് 2 വറ്റ ചോറ് തന്നത്. അത് ശരി. അല്ലാണ്ട് എന്താ കഴിക്കണേ നമ്മള്? പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ആ കുട്ടനാട് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ഒരു പൂതി, അവിടെ ആംപ്ലേറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു താറാമുട്ട ആംപ്ലേറ്റ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരെണ്ണം കഴിച്ച്. എന്ത്, കുട്ടനാട്ടിൽ നിന്ന് താറാവ് ഓംലെറ്റ് കഴിച്ചെന്നാ? ഒരു ഡബിൾ ആംപ്ലേറ്റ് ഒരെണ്ണം കഴിച്ച. എന്താ പൈന്? എന്റെ പൊന്നാരിക്ക, നിങ്ങൾ എന്ത് പ്രാന്താണ് ഈ കാണിക്കണത്? നാട് മുഴുവൻ പക്ഷിപ്പനിയല്ലേ? 1.5 ലക്ഷം താറാവിനെയാണ് അവിടെ കൊന്നു തള്ളിയത്. 1.5 ലക്ഷം താറാവ് എന്ന് പറയുമ്പോ ഒരു 3 ലക്ഷം കിലോ ഇറച്ചി വരൂലേ? 10-30 കല്യാണം നടത്താലോ? ആ കല്യാണമൊക്കെ നമുക്ക് നടത്താം, ഇക്ക പോയി കിടക്കാൻ നോക്കി. ഇത് പക്ഷിപ്പനി തന്നെയാണിത്. പശികളെ ഒന്ന് തൊട്ടിട്ടും കൂടില്ല, പിന്നെ എങ്ങനെ പനി വരുന്നിക്ക്? കോയിക്ക, പക്ഷിപ്പനി വരുന്നതിന് പക്ഷിയായിട്ട് ബന്ധമൊന്നും വേണ്ട. താറാമുട്ടയുടെ ഓംലെറ്റ് അല്ലേ ഇക്ക കഴിച്ചത്? ആ ഓംലെറ്റ് ശരിക്കും വേഗൂല. പക്ഷിപ്പനിയുടെ വൈറസേ അതോടെ വയറ്റിലെത്തും. ആ വൈറസുകൾ ശരീരത്തിൽ രക്തധമനിയിൽ കിടന്ന് കിഡ്നി, ആമാശയമൊക്കെ അടിച്ചു പോയിട്ടേ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. എന്തൊക്കെ ഈ പറയണ ഭാര്യ, അതൊന്നെ ആശുപത്രിയിൽ കൊണ്ടോളോ? ആ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാം. അതിനു മുമ്പേ ഞാൻ ആ DMOനെ ഒന്ന് വിളിച്ച് പറയട്ടെ. അതാരാണ് DMO? ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഒരു താറാവിനെ കൊന്ന് തള്ളണേന് 200 രൂപയാണ് കിട്ടണത്. ഇത് മനുഷ്യനാവുമ്പോ ചിലപ്പോ 10-20,000 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാ പിന്നെ DMO വരട്ടെ, എന്നിട്ട് പോവാ ആശുപത്രിയിൽ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വയ്യില്ല റബ്ബേ. ഹലോ DMO സത്യശീലൻ. എന്ത് താറാവോ? ഓംലെറ്റോ? കോയോ? ഒരു മിനിറ്റ്, ഞാൻ പേനൊന്ന് എടുത്തോട്ടെ. പറയൂ. പുതിയ കാവിൽ നിന്ന് കിഴക്കോട്ട്, കിഴക്കോട്ടേക്ക് മാറി കുറ്റിപ്പുറം, അവിടുന്ന് വലത്തോട്ട്. ശരി, വലത്തോട്ട്. എത്ര മീറ്റർ? 100 മീറ്റർ. 100 മീറ്റർ മാറി വീട്ടുപേര് ആറുവിള തെക്കേതിൽ കോയ 54. ഓക്കെ, ശരി. വെച്ചോളൂ. മന്മഥ സാർ വിളിച്ചായിരുന്നു സാറേ? താനിത് എവിടെ പോയി കിടക്കാണോ? ഞാൻ അപ്പുറത്തെ മേശപ്പുറത്ത് കിടക്കായിരുന്നു. താനിത് എവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണോ? ഇവിടത്തെ. അവൻ ഇവിടെയും എത്തി. ഏവനല്ല, AVN ഇൻഫ്ലുവൻസ. അതേവൻ H5N1. ഇപ്പൊ മനസ്സിലായോ? എന്റെ സാറേ, ഒന്ന് തെളിച്ച് പറ. പക്ഷിപ്പനി. അതായിരുന്നോ? അതിവിടെ വന്നിട്ട് കുറെ നാളായില്ലേ? നമ്മളെല്ലാം കൂടെ അതിന്റെ പേരിലല്ലേ കുറെ താറാവിനെയൊക്കെ ചുട്ടു കൊന്നത്. ഈ താറാവിനെ ചുട്ടു കൊന്ന കഥയല്ല ഇത്. പക്ഷികൾക്ക് വന്നതല്ല, മനുഷ്യന് വന്നു. മനുഷ്യനാ? കോയ 54. എന്ന് വെച്ചാൽ കോയ 54 വയസ്സ്. അതായിരുന്നോ? ഞാൻ കരുതി വലിയ പുതിയ വൈറസും ആയിരിക്കും.
അല്ല ഈ ദിവസം പുതിയ പുതിയ വൈറസുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. എടോ അയാള് കുട്ടനാട്ടിൽ നിന്നും വേവാത്ത ഓംലെറ്റ് കഴിച്ചു. എന്തിന്റെ? താറാവിന്റെ. ആ എടോ സാധാരണ കാണുന്ന പനിയുടെ ലക്ഷണങ്ങൾക്ക് പുറമെ പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങളായ ശ്വാസം മുട്ടലും വയറിളക്കവും ഉണ്ട്. ഓഹോ, അതുകൊണ്ട് നമുക്ക് ഇത് പക്ഷിപ്പനിയാണെന്ന് വേണം അനുമാനിക്കാൻ. തന്നെ തന്നെ തന്നെ. അതുകൊണ്ട് നമുക്ക് ഉടൻ പുറപ്പെടണം. സാറേ അതിലിങ്ങനെ എടുത്തു ചാടരുതേ. ഇത് നമ്മുടെ സേഫ്റ്റി ഗൗണൊന്നുമില്ല. അതെന്താണ് ഇല്ലാത്തത്? സാർ ഇത് എവിടുത്തെ DMO ആണ്? ഞാൻ ഇവിടുത്തെ. സാറേ 5-8 കൊല്ലം മുമ്പ് പക്ഷിപ്പനി വന്നപ്പോൾ നമ്മൾ കുറേ സേഫ്റ്റി ഗൗൺ ഇവിടെ കൊണ്ടുവച്ചു. അത് കംപ്ലീറ്റ് ഇരുന്ന് എക്സ്പയറി ഡേറ്റും കഴിഞ്ഞ് എല്ലാം തുള വീഴുന്നിരിക്കുക. താനതെല്ലാം വാരി വലിച്ച് ആ തുളയൊക്കെ ഒന്ന് തുന്നി കൂട്ടടോ. എന്നിട്ട് ആ സെല്ലോ ടപ്പൊക്കെ വെച്ച് ഒട്ടിക്ക്. ആ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി. നമുക്കത് PHCയിലേക്ക് വിതരണം ചെയ്യാം. അത് കൊള്ളാം. ആ കൊള്ളാമെന്നല്ല, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാമെന്നല്ല, ചെയ്യണം. അങ്ങനെ ചെയ്യൂ. ياسين والقرآن الحكيم إنك من المرسلين على صراط المستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم لا يعقلون لا يهدي القول ولا تجرهم فهم لا പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ DMO ആണ്. DMO സത്യശീലൻ. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മന്മഥൻ. പാരിജാതം പറഞ്ഞ ആൾക്കാരാണ് അല്ലേ? അതെ 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 അതെ. അല്ലാ, ഞാനാകെ പേടിച്ച് ഞാൻ വിചാരിച്ചേ റൂഹ് പിടിക്കാൻ വന്ന മലക്കുകളായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ. മലക്കുകളോ? അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് അറിയില്ല അല്ലേ? ഞങ്ങള് മരിക്കാറാവുമ്പോ ആത്മാവ് പിടിക്കാനായിട്ട് 2 മലക്കുകൾ വരും. നിങ്ങളുടെ ഈ രൂപമൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ച അങ്ങനെ ഇരിക്കുന്നു. ഇതെന്താണെന്ന് അറിയാമോ? ഇത് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് സർക്കാർ തരുന്നതാണ്. ആഹാ, അത് നടക്കണില്ല. അപ്പൊ ഈ രൂപം കണ്ട് പേടിച്ചിട്ട് ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും രോഗം വരാഞ്ഞാ മതി. മൂടിയിടണല്ലേ. മിസ്റ്റർ കോയ ഇവിടെ തനിച്ചാണോ? ഇപ്പൊ ഞാൻ ഇവിടെ തനിച്ചാണ്. എന്റെ ഭാര്യ മരിച്ചിട്ടൊരു 7 കൊല്ലായി. പിന്നെ എന്റെ ഒരു മോളുണ്ടായിരുന്നു, കെട്ടിച്ചയച്ച്. മോള് കാണാൻ വന്നിരുന്നു. അവള് വരാൻ നിൽക്കായിരുന്നു. അപ്പൊ ഇക്ക് ഈ പസിപ്പനിയാന്ന് പറഞ്ഞപ്പോ ഭർത്താവ് കിട്ടില്ല. ഓ, അത് നന്നായി. ആർക്ക്? അല്ല, ആർക്ക് നന്നായിന്ന്? അല്ല, മോള് വരാതിരുന്നത് നന്നായി. മിസ്റ്റർ കോയ ഓംലെറ്റ് കഴിച്ചു അല്ലേ? അങ്ങനെ ഒരു ചതി പറ്റിപ്പോയി സാറേ. നമ്മക്കിപ്പോ ഇതൊന്നും അറിയില്ലല്ലോ. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? അതൊന്നുമില്ല, വട്ടത്തിൽ ഇങ്ങനെ സവാള കരിഞ്ഞിട്ടിട്ട് അതിൽ കുറച്ച് പച്ചമുളകും വേപ്പിന്റെ അതല്ല, രോഗത്തിന്റെ ലക്ഷണങ്ങൾ. തലചുറ്റലുണ്ടോ, ശ്വാസം മുട്ടലുണ്ടോ, നെഞ്ചുവേദനയുണ്ടോ? അതുണ്ട്. വയറിളക്കം? വയറിളക്കം അതൊക്കെ ഉണ്ട്. തലവേദന എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. മിസ്റ്റർ മന്മഥൻ, സാധാരണ പനിയുടെ ലക്ഷണങ്ങൾക്ക് പുറമെ ഈ ശ്വാസം മുട്ടലും വയറിളക്കവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പക്ഷിപ്പനിയാണെന്ന് വേണം അനുമാനിക്കാൻ. യു ആർ കറക്റ്റ് സർ, യു ആർ കറക്റ്റ്. ഇതിന് മരുന്നൊന്നുമില്ലേ സാറേ? മരുന്നുണ്ട്, ഒരു ആന്റി വൈറൽ മെഡിസിൻ ഉണ്ട്. ടാമി ഫ്ലൂ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് കഴിക്കണം. അല്ല സാറേ, അപ്പൊ അത് ഈ പക്ഷികളിൽ നിന്നാണ് മനുഷ്യർക്ക് ഈ പനി പകരുന്നത് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും പക്ഷികളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അവയുടെ കാഷ്ടം, വേവാത്ത ഇറച്ചി, വേവാത്ത മുട്ട, പിന്നെ ബുൾസായി, ഓംലെറ്റ്, ഇതിലൂടെയൊക്കെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. അല്ല, ഒരു സംശയം, ഇതിപ്പോ ഈ മനുഷ്യരിൽ നിന്ന് ഈ പനി പക്ഷികൾക്ക് പകരുമോ? തീർച്ചയായിട്ടും പകരും. അതെ, പിന്നെ അല്ലാ, എന്നപ്പ ഞാൻ തിന്നതിന്റെ ബാക്കി എന്റെ വീട്ടിലത്തെ കോഴിയോളും തിന്നിട്ടുണ്ട്. മൈ ഗോഡ്. മന്മഥൻ, ഇക്കാര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പാണ് ഇതിന് ശരിയായ ഒരു ഉത്തരം നൽകേണ്ടത്. ബട്ട് സാർ, ഈ കോഴിയിൽ നിന്നും കോഴിയിലേക്ക് പനി പകർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ടും മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കണം. തീർച്ചയായിട്ടും അറിയിക്കണം. അതിനു മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളുടെ ത്രോട്ട് സ്വാബ് ഒന്ന് പരിശോധിക്കണം. തോർത്ത് അതാ ബാത്റൂമിൽ ഇട്ടിട്ടുണ്ട്. തോർത്തല്ല, ത്രോട്ട്, തൊണ്ട, തൊണ്ട. അതിലെ ഉമിനീരിന്റെ അംശം ഞങ്ങൾക്ക് പരിശോധിക്കണം. മന്മഥൻ, ആ കോട്ടൺ എടുത്ത് അതെടുക്കും. പോയാ നിങ്ങൾ അനങ്ങാതെ കിടക്കണം. കാല് ശരിക്ക് വെക്കൂ.
മിസ്റ്റർ കോയ വായി തുറക്കൂ. വായ നന്നായിട്ട് തുറന്ന് പിടിക്കണം കേട്ടോ. എന്താ കാട്ടണ? എന്താ പരിപാടി? പറഞ്ഞില്ലേ നല്ല തലയിച്ചിട്ട് ഉമിനീരിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിയോട്ടോ. ഇത് വായിക്കത് അതെ, ഇതില് നല്ല മലക്കുകൾ തന്നെ. ഇതിന്റെ ഫലം അറിഞ്ഞിട്ട് വേണം നമുക്ക് കാര്യമായിട്ടുള്ള ചികിത്സ തുടങ്ങാൻ. ഇതിന്റെ ഫലം ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കേണ്ട തൊണ്ട നീറിയിട്ട് പാടില്ല. അത് സാരമില്ല, സാരമില്ല, അതൊക്കെ ഇപ്പൊ മാറും കേട്ടോ. അല്ല സാറേ, ഇതിന്റെ ഈ ഫലം എപ്പോഴാ കിട്ടുക? ഇതിന്റെ ടെസ്റ്റിന് കേരളത്തിൽ സംവിധാനങ്ങളൊന്നുമില്ല, അത് നമുക്ക് പുറത്തയക്കണം. റിസൾട്ട് വരുമ്പോൾ H5N1 ആണെന്ന് തെളിഞ്ഞാൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കാം. അതെ, അപ്പൊ നമ്മൾ മരുന്ന് തരും. അപ്പൊ ഇത് കഴിച്ചാ, ഈ മരുന്ന് കഴിച്ചാ പനി മാറുമോ? പനി മാറിയെന്നും മാറിയില്ലെന്നും ഒക്കെ വരാം. മാറിയില്ലെങ്കിലോ? മാറിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ആത്മാവിനെ കൊണ്ടുപോകാൻ 2 മലക്കുകൾ വരുമെന്ന്. അവര് വരും. ഇപ്പൊ വിളിക്കണ്ട, റിസൾട്ട് വന്നിട്ട് വിളിക്കാം. മിസ്റ്റർ മന്മഥൻ, താൻ മൃഗസംരക്ഷണ വകുപ്പിൽ വിളിച്ച് ആ കോഴിയുടെ കാര്യം പറയണം. മൃഗ ഡോക്ടർ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ, ഞാൻ പറഞ്ഞോളാം. ശരി, വരൂ. കോയ, ബൈ. ഹലോ. എടോ മന്മഥ, തന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഈ വഴിക്കൊന്നും വരരുത്. ഇവിടെ തിരക്കോട് തിരക്ക്, നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. എവിടെ? പുതിയ കാവിനെടുത്തോ? മനുഷ്യൻ കോഴിക്ക്. ശരി ശരി. ഞങ്ങളിപ്പോ ഉടൻ തന്നെ ഒരു ഫീവർ സർവേക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. മണ്ടു, പുതിയൊരു സസ്പെക്ടഡ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാ സാർ? പുതിയ കാവിനടുത്ത്. എന്താണ്? മനുഷ്യനിൽ നിന്ന് പക്ഷിക്ക് പകർന്നതായാണ് സംശയിക്കുന്നത്. എന്താ? പക്ഷിപ്പനി പിടിച്ച മനുഷ്യൻ കഴിച്ച ഉച്ഛിഷ്ടത്തിൽ നിന്ന് ഒരു കോഴി അത് കഴിച്ചിരിക്കുന്നു. അങ്ങനെ കോഴിയിലേക്ക് പക്ഷിപ്പനി പിടിച്ചതായാണ് നിഗമനം. റിവേഴ്സ് ആക്ഷൻ. അതെ, ഇത് ആദ്യമായിട്ടാണല്ലോ ഡോക്ടറെ കേൾക്കുന്നേ. അതെ 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 അതെ, ഇത് ലോക വാർത്തയാകും. BBC, NDTV ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യും. നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യും. ദൈവമേ, ഇത് പക്ഷിപ്പനി തന്നെ ആയിരിക്കണേ. ഡോക്ടറെ, എന്നെ ഇന്റർവ്യൂ ചെയ്യോ? പിന്നെ ശരിക്കും? ശരിക്കും. പക്ഷെ എനിക്ക് അവിടെ പോയി പറയാൻ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് വാചകങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അത് തന്നെ അവരെന്ത് ചോദിച്ചിരുന്നാലും തട്ടിവിട്ടാ മതി. ഡോക്ടർ, എനിക്കപ്പോ കുറച്ച് പഠിപ്പിച്ചു തരുമോ? പിന്നെ എന്നെ ഇന്നോട്ട് പഠിക്കാം. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പക്ഷിപ്പനിയൊക്കെ മടുത്തോ? ഈ വഴിയൊന്നും കാണുന്നില്ല. അതുകൊണ്ടല്ല ഡോക്ടറെ, നിങ്ങൾക്ക് ഈ പക്ഷിമൃഗാദികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞങ്ങൾ ജനപ്രതിനിധികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, ജനങ്ങളുടെ കാര്യം കൂടി നോക്കണ്ടേ? ഞങ്ങൾ മൃഗ ഡോക്ടേഴ്സിന് ഇപ്പൊ മൃഗങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, മനുഷ്യന്റെ കൂടെ കാര്യം നോക്കേണ്ട ഗതികേടിലായി. അതെന്താ? മനുഷ്യർക്കും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കണു. എവിടെ? കേരളത്തില്. കേരളത്തിലെവിടെ? ഈ ജില്ലയില്. ജില്ലയിൽ എവിടെയാണോ? നമ്മുടെ സ്വന്തം പഞ്ചായത്തില്. പഞ്ചായത്തിലോ? നിങ്ങളുടെ വാർഡിൽ തന്നെ. അയ്യോ, എന്നാ പിന്നെ അത് ആകെ പ്രശ്നമായല്ലോ. ഉടൻ തന്നെ പ്രതിരോധ നടപടികൾക്കായി ബോധവൽക്കരണം നടത്തണം. അത് ഞങ്ങളുടെ കീഴിൽ വരുന്നതല്ല, നിങ്ങൾ പോയി ആരോഗ്യ വകുപ്പിനോട് പോയി ചോദിക്കും. ഇവിടെ പക്ഷിമൃഗാദികളുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. അവിടെ ഇനി മനുഷ്യരുടെ കാര്യം നോക്കാൻ പോണം. അത് ശരി. അപ്പൊ മനുഷ്യരുടെ കാര്യങ്ങളിൽ നിങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, പക്ഷിമൃഗാദികളുടെ കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്തമില്ല. പക്ഷെ ഞങ്ങൾ ജനപ്രതിനിധികളുടെ കാര്യം അതല്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇടപെടണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും. നാട്ടുകാർക്കല്ലേ പനി, അതിന് നിങ്ങൾക്ക് എന്താ പണി? നോക്കൂ, ജനങ്ങളെ ബോധവൽക്കരിക്കണം, താറാവുകളെ കണ്ടെത്തി കത്തിച്ച് നശിപ്പിക്കണം, അതിന് തൊഴിലാളികളെ സംഘടിപ്പിക്കണം. അങ്ങനെ 100 കൂട്ടം പണികളാണ്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് കരുതരുത്, സേവനമായിട്ട് കരുതിക്കൂടെ? പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ലൈസൻസ് ഉള്ള ഒരു താറാവ് ഫാമേ ഉള്ളൂ. ലൈസൻസ് ഇല്ലാത്ത 20 ഫാമുകളാണ് വർക്ക് ചെയ്തിരുന്നത് ഇവിടെ. ഈ പക്ഷിപ്പനി പിടിച്ച സമയത്ത് ഈ 20 ഫാമുകളിലെ താറാവുകളെയും ലൈസൻസ് ഉള്ള ഫാമിൽ കൊണ്ടുവന്നാണ് കത്തിച്ചത്. അതെന്തിനാ? അവിടെ അതിനുള്ള സൗകര്യമില്ലേ?
സൗകര്യമില്ലാഞ്ഞിട്ടല്ല, അവിടെ വെച്ച് കത്തിച്ചാൽ പാരിതോഷികം കിട്ടില്ല. ലൈസൻസ് ഉള്ള ഫാമിൽ കൊണ്ടുവന്ന് കത്തിച്ചാൽ ഓരോ താറാവിനും 200 രൂപ വെച്ച് നമുക്ക് മേടിച്ചു കൊടുക്കാം. അപ്പൊ പാരിതോഷികം കിട്ടും, പ്രസിഡന്റിന് അടുത്ത തവണ വോട്ടും കിട്ടും. ഞങ്ങൾ ആ പനി പിടിച്ച ആളിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. പ്രസിഡന്റ് വരുന്നോ? അയ്യോ, ഞാനില്ല. എന്തേ? അല്ല, ഈ പനി എങ്ങാനും പകർന്നാലോ? നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും അത്ര പെട്ടെന്നൊന്നും പനി പകരില്ല. അല്ല, ഈ മനുഷ്യനല്ലേ പനി പിടിച്ചത്, അപ്പൊ പിന്നെ നിങ്ങൾ മൃഗസംരക്ഷണ വകുപ്പുകാർക്ക് അവിടെ എന്താ കാര്യം? മനുഷ്യനിൽ നിന്ന് പനി പക്ഷിയിലേക്ക് പകർന്നോന്നും സംശയം. അവിടെ ഒരു കോഴിയുണ്ട്, ആ കോഴിക്ക് പകർന്നോന്നൊരു സംശയം. ഞങ്ങൾ അവിടെ ഫീവർ സർവേക്ക് പോവാ. കോഴിക്ക് പനി പിടിച്ചോന്ന് അറിയണ്ടേ? അതെങ്ങനെ അറിയും? കോഴിക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടോന്ന് നോക്കും. പിന്നെ H5N1 ഉണ്ടോന്ന് അറിയാൻ വേണ്ടി സാമ്പിൾ എടുത്ത് ലാബിലേക്ക് അയക്കണം. അത് സാറേ, നമ്മുടെ പ്രസിഡന്റിന്റെ മരുമകളുടെ ഒരു ലാബുണ്ട്, നമുക്ക് അവിടെ കൊടുത്തങ്ങ് ടെസ്റ്റ് ചെയ്താലോ എന്നാ? അത്തരത്തിലുള്ള ഒരു ലാബ് കേരളത്തിലില്ല. ഉള്ളതൊരെണ്ണം ഒന്നും ഭോപ്പാലില്ല. അതെ, ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഭോപ്പാലില്ല. അത് സാറേ, നമ്മുടെ പഞ്ചായത്തിലെ ഇതുപോലെ ഒരു ലാബ് തുടങ്ങിയാലോ? കുഴപ്പമുണ്ടോ? എന്ത് ചെലവ് വരും സാറേ അതിന്? അതൊക്കെ അങ്ങ് ഭോപ്പാലിൽ വിളിച്ച് ചോദിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സമയമല്ല. നമുക്ക് മറ്റേ പനി പിടിച്ച ആളുടെ വീട്ടിലോട്ടൊന്ന് പോകാം. ഓക്കെ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. അതല്ല. ഇപ്പൊ ഇത്ര ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ഉടനെ ഒരു പഞ്ചായത്ത് കൂടാ, അല്ലേ? ആയിക്കോട്ടെ. ശരി. ഉണ്ട്, ആ ഗ്ലൗസും ഗൗണൊക്കെ എടുത്തോളൂ. ആ DMO സാറ് പിന്നെയും വന്നോ? DMO അല്ല, ഞാൻ ലോലിതൻ, വെറ്റിനറി സർജൻ. അതെന്താ? മൃഗ ഡോക്ടർ. ആ DMO സാറും കണ്ട അതേമാതിരി ഇരിക്കും. ആരാണ് കോയ? കോയ ഞാനാണ്, കണ്ടറിയൂലേ? കോഴിയുടെ കോഴി അവിടെ പുറത്ത് എവിടെയും കൊത്തി പറിച്ച് നടക്കണ്ടാവും. എന്തിനാ കോയിനെ? സാമ്പിൾ എടുക്കണം, ലാബിൽ വെച്ച് പനി ബാധിച്ചോന്നറിയണം. ആ, എന്നാ അത് അവിടെ എവിടെയും ഉണ്ടാവും. കാമോൺ, അങ്ങടല്ല, അങ്ങട് കാമോൺ, പുറത്തേക്ക് കാമോൺ. ഇവിടെ ഹിമാലയത്തിൽ നിന്നാ വരുന്നതുകൊണ്ട് കോയിനെ പിടിക്കാതെ. കിട്ടി. കിട്ടി. എവിടെ? രണ്ട് തൂവൽ കിട്ടി. പ്രിയമുള്ളവരെ, ഈ RRT മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRT എന്നാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം, അതായത് അതിവേഗ പ്രതികരണ സംഘം ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരോഗ്യം, മൃഗസംരക്ഷണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ RRTയിലുള്ളത്. നമ്മുടെ ജില്ലയിൽ ശ്രീ സുഗതൻ പ്രസിഡന്റായിട്ടുള്ള പഞ്ചായത്തിൽ പക്ഷികൾക്ക് പുറമെ മനുഷ്യരിലും ഈ ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ പക്ഷിപ്പനി പിടിപെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ സുഗതന്റെ വാർഡിൽ തന്നെയുള്ള കോയ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കന് പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞങ്ങൾ അവിടെ പോയിരുന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ ത്രോട്ട് സ്വാബ് എടുത്ത് ബാംഗ്ലൂരിലെ ലാബിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് സാർ ഇന്ന് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോയയുടെ വീട്ടിലേക്ക് ഞങ്ങളും പോയിരുന്നു. കോഴിയുടെ സാമ്പിൾ എടുത്ത് ഭോപ്പാലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞ ജനങ്ങൾ വെറുതെ ഇരിക്കില്ല, അവരാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കോയെ ചുട്ടുകരിക്കണമെന്നാണ് ചിലർ പറയുന്നത്. അതെന്തിനാണ്? നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കണം, അതാണ് വേണ്ടത്. പിന്നെ എല്ലാ കിണറ്റിലും പൊട്ടാസ്യം പെർമാഗ്നേറ്റും ബ്ലീച്ചിങ് പൗഡറും കലർത്താനുള്ള നിർദ്ദേശം കൊടുക്കണം. അതിനുള്ള നടപടി സ്വീകരിക്കണം. സാറേ, അതിനിപ്പം ബ്ലീച്ചിങ് പൗഡർ കിട്ടാനില്ലല്ലോ, ഭയങ്കര ക്ഷാമമാ. അതിന് കുറച്ച് ചോക്ക് പൊടിച്ച് കിണറ്റിലോട്ടങ്ങ് ഇട്ടാ മതി.
നമ്മള് ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തണം. മന്മഥൻ ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ പറഞ്ഞില്ല പിന്നെ ഒരു കാര്യമില്ല. ആര് പറഞ്ഞു? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തുകയെങ്കിലും വേണ്ടേ? ഒന്നും ചെയ്യാതിരിക്കുന്നതിനും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്? ആ അങ്ങനെയാണെങ്കിൽ അത് കൊള്ളും. കോഴിയെ വളർത്തുന്നവർ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവർക്ക് കോഴിമുട്ട വിൽക്കാൻ പറ്റുന്നില്ല. എന്തിന് കഴിക്കാൻ പറ്റുന്നില്ല? കഴിക്കാനോ? മുട്ടയും ഇറച്ചിയും നന്നായി വേവിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് നമ്മൾ ജനത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് നമ്മൾ തന്നെ അതിനുള്ള ഒരു വഴി ഒരുക്കണം. പുഴുങ്ങിയ മുട്ടകൾ തിന്ന് അതിന് നമുക്ക് ഇന്ന് തന്നെ തുടക്കം കുറിക്കാം. ഈ മുട്ട എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു മുട്ട കഴിച്ചങ്ങ് ആരംഭിക്കാം. ആയിക്കോട്ടെ സാർ. ആ മന്മഥ സാർ. ഇതാ കഴിക്കൂ. എനിക്ക് ഹൈ BP ആണ് സാർ, എനിക്കിത് കഴിക്കാൻ പാടില്ല. DMO സാർ തന്നെ കഴിച്ചു. അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് കൊളസ്ട്രോൾ 287 ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടർ ലോലിതന് കൊടുക്കാം. ലോലിതന് ഇത് കഴിക്കട്ടെ. ഡോക്ടർ പറയാണ്. ഞാൻ പറഞ്ഞത് ഞാൻ വെജിറ്റേറിയൻ എന്നാണ്. അതല്ല പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. സാർ വെജിറ്റേറിയനോ? ആ ഇന്നലെ മട്ടൻ ബിരിയാണി കഴിച്ചല്ലോ. അത് ഇന്നലെ അല്ലേ, ഇന്ന് രാവിലെ മുതൽ ഞാൻ വെജിറ്റേറിയൻ ആണ്. എന്നാൽ മണ്ടോദരി കഴിക്കട്ടെ. ആ എന്നാ മട്ടോദരി കഴിക്കട്ടെ. അതെ അതെ അതെ. അല്ല എന്റെ മുഖത്ത് കുരു വരും. അയ്യോ എന്നാ പിന്നെ ആരെങ്കിലും ഒരാൾ കഴിച്ച് കാണിക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ജനപ്രതിനിധിയും പഞ്ചായത്തിന്റെ ഗൃഹനാഥനുമായിട്ടുള്ള ശ്രീ സുഗതൻ സാറിന് നമുക്ക് ഈ മുട്ട കൈമാറാം. ഞാൻ പറയട്ടെ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പനി വന്നാൽ ഈ പഞ്ചായത്തിന് മുഴുവൻ പനി വന്ന പോലെയാണ്. അതുകൊണ്ട് പറ്റില്ല. താങ്കൾ എന്റെ സാറേ എനിക്ക് മുട്ട ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഈ വെയിറ്റ് കൂടുതൽ കാരണേ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തിയിരിക്കുക. അതുകൊണ്ടാണ്. എന്നാ പിന്നെ വെയിറ്റ് കുറഞ്ഞ ബാലേട്ടം കഴിച്ചു. അയ്യോ എനിക്ക് കഴിക്കില്ല. എന്നാ പിന്നെ ഇത് ആര് കഴിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കാം. ഓ അവരെ കൊണ്ട് മുട്ട കഴിപ്പിച്ച് നമുക്ക് ബോധവൽക്കരണം നടത്താം. അതൊരു നല്ല ഐഡിയ. നോക്കിക്കോ, ഞാൻ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കും. ഒരു സെക്കൻഡ്. ആ ഹലോ, വന്നോ? റിസൾട്ട് വന്നോ? പറയൂ. ആ എന്താ? മിസ്റ്റർ കോയയുടെ റിസൾട്ട് വന്നു. അദ്ദേഹത്തിന് ജലദോഷവും ഉണ്ട്. പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങൾ തീരെയില്ല. ഏതായാലും നമ്മുടെ ഈ പ്രദേശത്ത് പക്ഷിപ്പനി ഉള്ളവരില്ല എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. എന്താ പ്രസിഡന്റ് ആലോചിക്കുന്നത്? അല്ല, ഇതിന്റെ പേരിലേ നമ്മുടെ വാർഡിലെ 1 കിലോമീറ്റർ ചുറ്റളവിലെ എത്ര താറാവുകളെയാണ് നമ്മൾ ജീവനോടെ കൊന്നൊടുക്കിയത്. ഇതുപോലെ മനുഷ്യരെ ചുട്ടരിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചതാ.